അയോധ്യയിലെ പ്രത്യേക സേനയെക്കുറിച്ചാണ് പറയുന്നത്. UPSSF എന്ന് പറയുന്ന പ്രത്യേക സേന, ഉത്തർപ്രദേശിന്റെ മാത്രം സേന. ഏത് ഭീകരരെയും നിമിഷങ്ങൾക്കുള്ളിൽ തീർക്കാൻ സജ്ജമാണ് ഈ സേന. NSG കമാൻഡോകൾക്ക് തുല്യമാണ്. അയോധ്യയ്ക്കായി യോഗിയുടെ പ്രത്യേക കമാൻഡോ സംഘം, അതാണ് UPSSF. ഉത്തർപ്രദേശിലെ എല്ലാ മതകേന്ദ്രങ്ങളുടെയും സെൻസിറ്റീവ് ഏരിയകളുടെയും ഒക്കെ സുരക്ഷാ ചുമതല ഉത്തർപ്രദേശ് പ്രത്യേക സുരക്ഷാ സേനയാണ് വഹിക്കുന്നത്. ഉത്തർപ്രദേശിലെ എല്ലാ മെട്രോ സ്റ്റേഷനുകളിലും UPSSF വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. അയോധ്യ രാമക്ഷേത്രത്തിന്റെ സംരക്ഷണ ചുമതല UPSSF സൈനികർക്കാണ്. ജനുവരി 22-ന് നടക്കുന്ന പ്രാണപ്രതിഷ്ഠ പരിപാടി, രാമക്ഷേത്രം, അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവയുടെ ഉത്തരവാദിത്തവും UPSSF-നാണ്. 2020-ലാണ് ഉത്തർപ്രദേശ് പ്രത്യേക സുരക്ഷാ സേന രൂപീകരിച്ചത്. മന്ത്രിസഭയിൽ കഴിഞ്ഞ 2 വർഷമായി UPSSF വിവിധ സ്ഥലങ്ങളിൽ സുരക്ഷാ ചുമതല ഏറ്റെടുക്കുന്നുണ്ട്. UPSSF മാത്രം സുരക്ഷ ഒരുക്കുന്ന ആദ്യത്തെ വിമാനത്താവളമാണ് അയോധ്യ വിമാനത്താവളം. ഉത്തർപ്രദേശിൽ നമുക്കറിയാം സെൻസിറ്റീവ് ആയിട്ടുള്ള മതപരമായ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഈ പ്രധാന സ്ഥലങ്ങളെയൊക്കെ മനസ്സിൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് 2020-ൽ തന്നെ UPSSF രൂപീകരിച്ചത്. UPSSF സൈനികർക്ക് പ്രത്യേക രീതിയിലുള്ള കഠിനമായ പരിശീലനമാണ് നൽകാറുള്ളത്. UPSSF ഓഫീസിലും സേനകൾക്ക് പരിശീലനം നൽകുന്നുണ്ട്. വിമാനത്താവളത്തിൽ സേവനമനുഷ്ഠിക്കുന്ന സൈനികർക്ക് പ്രത്യേക പരിശീലനമാണ് നൽകുന്നത്. അയോധ്യയിൽ ഇവരുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. വിവിധ തലങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് അയോധ്യയിൽ UPSSF. അയോധ്യയ്ക്കായി പുതിയ ബറ്റാലിയൻ ഉയർത്താനും UPSSF തയ്യാറെടുക്കുകയാണ്. NSG കമാൻഡോകളെ പോലെ UPSSF സൈനികർക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. മനേശ്വറിലെ NSG പരിശീലന കേന്ദ്രത്തിൽ നിന്നാണ് ഇവർക്ക് പരിശീലനം നൽകിയത്. അതേസമയം ഡ്രോൺ, AI ക്യാമറ തുടങ്ങിയ ആധുനിക സംവിധാനങ്ങളും അയോധ്യയിലെ സുരക്ഷയ്ക്കായി ഉപയോഗിക്കുന്നുണ്ട്. പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന ദിവസം അയോധ്യ പൂർണ്ണമായും CCTV ക്യാമറകളുടെ നിരീക്ഷണത്തിലാകും. ഗതാഗത ക്രമീകരണം അടക്കം മുൻകൂട്ടി ജനങ്ങളെ അറിയിക്കുമെന്നും IG അറിയിച്ചിട്ടുണ്ട്. ജനുവരി 22-ന് ഉച്ചയ്ക്ക് 12:45-നാണ് പ്രതിഷ്ഠാ ചടങ്ങ്. ഇതിന് മുന്നോടിയായുള്ള ചടങ്ങുകൾക്ക് 16-ന് തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 4000 സന്യാസികൾക്ക് ചടങ്ങിലേക്ക് ക്ഷണമുണ്ട്. പ്രതിഷ്ഠാ കർമ്മത്തിന് വാരണാസിയിൽ നിന്നുള്ള പുരോഹിതനായ ലക്ഷ്മികാന്ത് ദീക്ഷിത്തിന്റെ കാർമ്മികത്വം വഹിക്കും. ജനുവരി 14 മുതൽ 22 വരെ അമൃത് മഹോത്സവമായി അയോധ്യ ആചരിക്കും. 10,000 മുതൽ 15,000 ഭക്തരെയാണ് ശ്രീരാം ജന്മഭൂമി ട്രസ്റ്റ് പ്രതിഷ്ഠാ ദിനത്തിൽ പ്രതീക്ഷിക്കുന്നത്. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്പെഷ്യൽ ട്രെയിനുകൾ ഓടിക്കാൻ ഒരുങ്ങുകയാണ് റെയിൽവേ. രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത ശേഷമുള്ള ആദ്യത്തെ 100 ദിവസങ്ങളിൽ വിവിധ നഗരങ്ങളിൽ നിന്ന് 1000-ലധികം സർവീസുകൾ നടത്താനാണ് റെയിൽവേയുടെ പദ്ധതി. ഉദ്ഘാടനത്തിന് മുന്നോടിയായി ജനുവരി 19 മുതൽ സർവീസുകൾക്ക് തുടക്കമാകും. ജനുവരി 22-ന് പ്രതിഷ്ഠാ ചടങ്ങ് പൂർത്തിയാക്കി 23 മുതലാണ് ഭക്തർക്ക് ദർശനം അനുവദിക്കുക. അയോധ്യയിലേക്ക് 1000 സ്പെഷ്യൽ ട്രെയിനുകൾ, സന്ദർശകരെ സ്വീകരിക്കാൻ വൻ സന്നാഹങ്ങളുമായി റെയിൽവേ സ്റ്റേഷനുകൾ, ദില്ലി, മുംബൈ, ചെന്നൈ, ബംഗളൂരു, പൂനെ, കൊൽക്കത്ത, നാഗ്പൂർ, ലക്നൌ തുടങ്ങിയ വിവിധ നഗരങ്ങളിൽ നിന്നാകും ട്രെയിൻ സർവീസുകൾ ആരംഭിക്കുക. തീർത്ഥാടകരുടെ ആവശ്യം പരിഗണിച്ച് സർവീസുകൾ വർദ്ധിപ്പിക്കാനാണ് റെയിൽവേയുടെ തീരുമാനം. തീർത്ഥാടക സംഘങ്ങൾക്ക് ട്രെയിൻ ചാർട്ടർ ചെയ്യാനുള്ള സംവിധാനവും റെയിൽവേ ഒരുക്കുന്നുണ്ട്. തിരക്ക് മുന്നിൽ കണ്ട് അയോധ്യ റെയിൽവേ സ്റ്റേഷന്റെ നവീകരണം ഉൾപ്പെടെയുള്ള പ്രവർത്തികൾ നടന്നുവരികയാണ്. ഏകദേശം 50,000-ഓളം പേര് ഉൾക്കൊള്ളാവുന്ന വിധത്തിലാണ് സ്റ്റേഷന്റെ വികസന പ്രവർത്തികൾ നടക്കുന്നത്. ജനുവരി 15-ന് മുമ്പായി സ്റ്റേഷൻ നവീകരണം പൂർത്തിയാകും. രാമക്ഷേത്രം തുറന്ന ശേഷമുള്ള ആദ്യ 15 ദിവസങ്ങളിൽ അഭൂതമായ തിരക്കാണ് റെയിൽവേ അധികൃതരും പ്രതീക്ഷിക്കുന്നത്. തീർത്ഥാടകർക്ക് ഭക്ഷണമടക്കം ലഭ്യമാക്കാനുള്ള ക്രമീകരണങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.